അപ്പോൾ ഇനിയുള്ളൊരു ജീവിതം ഇവിടെ നിന്നാണ്. അതെ, തീർച്ചയായിട്ടും. മുസ്ലിം ലീഗ് അന്ന് ഇത് ദുരന്തം ഉണ്ടായി ആ ഒരാഴ്ച 2 ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ അവർ ആ സംഘം സന്ദർശനം നടത്തിയ ഉടനെ സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ചതാണ് മുസ്ലിം ലീഗ് 100 വീട് നിർമ്മിക്കുന്നത്. ആ 100 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് അത് 105 വീടുകളായി. മാത്രമല്ല ഒരുപാട് വിവാദങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ. പക്ഷേ മുസ്ലിം ലീഗ് എല്ലാവരെയും അന്ന് മുതൽ എന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഈ ദുരന്തം ഉണ്ടായത് മുതലൊക്കെ ശ്രദ്ധിച്ചാൽ അവിടെ പിന്നെ ഒരുപാട് ആളുകൾക്ക് ജീവിതോപാധിക്ക് വേണ്ടിയുള്ള വാഹനങ്ങളായിട്ടും മറ്റുള്ള ഒരുപാട് ജീവിതോപാധിക്ക് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ജീവിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടി 15,000 റുപ്യ അന്ന് തന്നെ കൊടുത്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മാത്രമല്ല ഇപ്പോൾ നമ്മളിവിടെ വീട്ടിൽ കൂടിയെങ്കിലും ഈ കാണുന്ന ഫർണിച്ചർ, പിന്നെ അതേപോലെ മിക്സി, അതേപോലെ തന്നെ കട്ടിൽ, അങ്ങനത്തെ ഫർണിച്ചറുകളും അങ്ങനത്തെ വീട്ടുപകരണങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ പുതിയ വീട്ടിൽ കൂടുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ സന്തോഷകരമായിട്ട് മറ്റൊരാൾ പുതിയ വീട്ടിൽ കൂടുമ്പോൾ എന്തെങ്കിലും കുറവ് എന്നൊക്കെ ആലോചിക്കാണല്ലോ. പക്ഷെ അതിൻ്റെ ഒന്നും കുറവ് എല്ലാം നികത്തിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഈ ഒരു സംരംഭവുമായി മുന്നോട്ട് പോയത്. അതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ